ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിസ്സലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഡിറ്റർമിൻ വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ പ്രൂവ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഗിവ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോന്നിലും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ട്രൂ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ അതിനൊരു എക്സാമ്പിളും കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വന്ന് നോക്കിയേ, ഇഫ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, ദെൻ എക്സ് ഈസ് എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എ ഈസ് എലമെൻറ്റ് ഓഫ് ബി ആണ് എങ്കിൽ എന്തായിരിക്കും? എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ അങ്ങ് എഴുതി കാണിക്കാം. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എ എടുക്കുന്നു. എ ഈസ് ഈക്വൽ ടു, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്താൽ മതി കേട്ടോ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 3 എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ 3 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ, അതായത് എക്സിന് പകരം 3 ബിലോങ്സ് ടു എ. ഇനി നമുക്ക് ബി വേണം അല്ലേ? അപ്പോൾ ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ബിലോങ്സ് ടു എ, അതായത് 3 ബിലോങ്സ് ടു എ. 3 എയിലുള്ള എലമെൻ്റ് ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എ ബിലോങ്സ് ടു ബി. അപ്പോൾ എ എന്ന് പറയുന്ന ഇവിടെ എലമെൻ്റ് ആണ്. എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻ്റ് ആണെങ്കിൽ, എ എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ടെങ്കിൽ എന്താ വരേണ്ടത്? സെറ്റ് 3 ആണ് വരേണ്ടത്. എന്തുകൊണ്ടാണ്? എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ സെറ്റ് 3 എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് 3, 4 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ എന്തായി? എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി ആയി. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ദെൻ എക്സ് ബിലോങ്സ് ടു ബി, അല്ലെങ്കിൽ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. എക്സ് ഇവിടെ എന്തായിരുന്നു? 3 ആയിരുന്നു. 3 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് ബിയിലുണ്ടോ? ഇല്ല. ബിയിൽ എന്താണുള്ളത്? സെറ്റ് 3 ആണുള്ളത് അല്ലേ? സെറ്റ് 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി ആണ്. പക്ഷെങ്കിൽ 3 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. എയിലെ എലമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 3 ആണ്. അപ്പോൾ ആ സെറ്റ് 3 ആണ് ബിയിലെ എലമെൻ്റ് ആയിട്ട് വരുന്നത്, 3 അല്ല. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, അതൊക്കെയാണ്. നമ്മൾ എക്സിന് പകരം 3 ആണ് എടുത്തത്. 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, അതും ഇവിടെ നമ്മൾ എടുത്തു. സെറ്റ് 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ദെൻ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിന് പകരം ഇവിടെ എന്തായിരുന്നു? 3 ആയിരുന്നു. പക്ഷേ ബിയിൽ 3 ഒരു എലമെൻ്റ് ആയിട്ടില്ല. സെറ്റ് 3 ആണ് എലമെൻ്റ് ആയിട്ടുള്ളത്. 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി, അല്ലെങ്കിൽ 3 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് വൺ ഫോൾസ് ആണ്. അപ്പോൾ ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എക്സാമ്പിളായിട്ട് എഴുതുക കേട്ടോ. ഫസ്റ്റ് വൺ ഫോൾസ് ആണ്. ഇനി അടുത്തത് സെക്കൻഡ് വൺ, ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി, ദെൻ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ, അപ്പോൾ ഞാനിവിടെ എ എടുക്കുന്നു. എ ഈസ് ഈക്വൽ ടു 2. പിന്നെന്താ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബി നമുക്ക് എന്തെടുക്കാം? 2, 3. അപ്പോൾ ഇവിടെ എന്തായി? എ ബിയുടെ സബ്സെറ്റ് ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി. അപ്പോൾ സി നമ്മൾ എന്തെടുക്കണം? ബി എന്ന് പറയുന്നത് സിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ സി നമ്മൾ എന്തെടുക്കണം? സെറ്റ് 2, 3യും പിന്നെ ഒരു എലമെൻറ്റും കൂടെ എടുക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സബ്സെറ്റ് ആണോ എലമെൻ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സെറ്റുകൾ എഴുതുക. എ നമ്മൾ 2 എന്നെടുത്തു, ബി നമ്മൾ 2, 3 എന്നെടുത്തു. അപ്പോൾ എ ഇവിടെ ബിയുടെ സബ്സെറ്റ് ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി. ബി സിയുടെ എലമെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എഴുതുമ്പം എലമെൻ്റ് ആയിട്ട് എന്തെഴുതണം? സെറ്റ് 2, 3 എഴുതണം. സെറ്റ് 2, 3, 4. ഇപ്പോൾ ഇവിടെ എന്തായി? ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി ആയി. ദെൻ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സിയിലെ എലമെൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എ എന്ന് പറയുന്ന എലമെൻ്റ് അപ്പോൾ എന്താണ്? സെറ്റ് 2 ആണ്. ഈ സെറ്റ് 2 സിയിലുണ്ടോ? ഇല്ല. സിയിൽ എന്താണുള്ളത്? സെറ്റ് 2, 3 ആണുള്ളത് അല്ലേ? ഈ സെറ്റ് 2 എലമെൻ്റ് ആയിട്ടില്ല. അപ്പോൾ സെറ്റ് 2
ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് സി. അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഇവിടെ നമ്മളോട് എ എലമെൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സിയിലെ. പക്ഷേ ഇവിടെ എ സിയിലെ എലമെൻ്റ് അല്ല. എലമെൻ്റ് ആകണമെങ്കിൽ എന്ത് വരണമായിരുന്നു? സെറ്റ് 2 ഇവിടെ ഒരു എലമെൻ്റ് ആയിട്ട്, അതായത് സിക്കകത്ത് ഇതാ ഇങ്ങനെ വരണമായിരുന്നു അല്ലേ? സെറ്റ് 2 3 സെറ്റ് 2 4 ഇങ്ങനെയായിരുന്നു നമ്മുടെ സിയുടെ സെറ്റെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? 2 ഈസ് ആൻ എലമെൻ്റ് ഓഫ് സി എന്ന് പറയായിരുന്നു. പക്ഷേ ഇതിനകത്ത് 2 ഇല്ലാത്തത് കൊണ്ട് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് സി. അപ്പോൾ സെക്കൻഡ് വണ്ണും എന്താണ്? ഫോൾസ് ആണ്. നെക്സ്റ്റ് തേർഡ് വൺ, ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി ദെൻ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി. അപ്പോൾ നോക്കിയേ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 3. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണല്ലോ. ഇനി എന്താ? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി സിയുടെ സബ്സെറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ അടുത്തതും എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്തായി? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് കിട്ടി. ദെൻ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ എന്താവും? സിയുടെ സബ്സെറ്റ് ആവും. 2 എവിടെയുണ്ട്? സിയിലുണ്ട് അല്ലേ? അപ്പോൾ ദെൻ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് നമുക്ക് പറയാം. ഇത് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതണം? ഇത് പ്രൂവ് ചെയ്യണം. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? എപ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആകുന്നത്? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിൽ വരുമ്പോഴാണ് എ ബിയുടെ സബ്സെറ്റ് ആകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് എങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം അല്ലേ? എക്സ് എയിലും ബിയിലും ഉണ്ടെങ്കിൽ എന്താണ്? എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. ഈ എക്സ് സിയിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്ത് പറയാം? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം അല്ലേ? എക്സ് എയിലും ബിയിലും ഉണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ആ എക്സ് സിയിലും കൂടെ ഉണ്ടെങ്കിലോ? ഓൾറെഡി എ ബിയുടെ സബ്സെറ്റ് ആണ്. എക്സ് എയിലും ബിയിലും ഉണ്ട്. ആ എക്സ് സിയിലും കൂടെ ഉണ്ടെങ്കിലോ? ബി സിയുടെ സബ്സെറ്റ് ആയിരിക്കും. സോ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് സി. അപ്പോൾ തേർഡ് വൺ ട്രൂ ആണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി ദെൻ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 എന്ന് എടുക്കുന്നു. എ ബിയുടെ സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഞാനപ്പോൾ സബ്സെറ്റ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ 1ഉം 2ഉം എവിടെ കാണണം? ബിയിൽ കാണണം. ഇപ്പം എ ബിയുടെ സബ്സെറ്റ് അല്ല. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ബി സിയുടെ സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി നമുക്ക് എങ്ങനെ എടുക്കാം? 1 2 4 എന്ന് എടുക്കാം. ബി സിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ 2ഉം 3ഉം സിയിൽ കാണണം. ഇപ്പോൾ ബി സിയുടെ സബ്സെറ്റ് അല്ല. ഇനി നോക്കിയേ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ സിയുടെ സബ്സെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും സിയും കൂടെ ഒന്ന് നോക്കിയേ. എയിലെ 1ഉം 2ഉം എവിടെയുണ്ട്? സിയിലുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? എ സിയുടെ സബ്സെറ്റ് ആണ് അല്ലേ? സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ, ഇഫ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ ഇവിടെ എ ഞാൻ സെറ്റ് 1 2 ആയിട്ട് എടുക്കുന്നു. എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 എവിടെയുണ്ട്? എയിലുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് എന്തെടുക്കാം? 2 3 4 എന്ന് എടുക്കാം. അപ്പോൾ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, അത് ഓക്കെ ആണല്ലേ? 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ സബ്സെറ്റ് അല്ല. അപ്പോൾ ഇവിടെ അത് നമ്മൾ എഴുതി. എ ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി. ദെൻ എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ എക്സ് എവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്? ബിയിലുണ്ടാകുമെന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ 1 നമ്മൾ എയിലെടുത്തു, പക്ഷെ ആ 1 എവിടെ ഇല്ല? ബിയിലില്ല. 1 ഡസ് നോട്ട് ബിലോങ്സ് ടു B. So this statement is false.
ഓക്കെ, ഇനി അടുത്തത് 6th വൺ. ഇഫ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ദെൻ എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എയിലുള്ള എലമെൻറ്റ്സ് എലമെൻറ്റ് എയിലും കാണണം, എലമെൻറ്റ് ബിയിലും കാണണം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3. അപ്പോൾ ബി എന്തായിരിക്കും? നമുക്ക് 2 3 4 എന്ന് എടുക്കാം അല്ലേ? എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എയിലുള്ള 2 എവിടെയും ഉണ്ട്? ബിയിലും ഉണ്ട്. അപ്പോൾ 2 ബിലോങ്സ് ടു എ ആൻഡ് 2 ബിലോങ്സ് ടു ബി. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി ദെൻ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, എക്സ് ഡസ് നോട്ട് ബിലോങ് ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയിലില്ല. അതായത് 5 ഡസ് നോട്ട് ബിലോങ് ടു ബി. അങ്ങനെയാണെങ്കിൽ 5 എവിടെയും ഇല്ല, എയിലും ഇല്ല. കണ്ടീഷൻ എന്താണ്? സബ്സെറ്റ് ആണെങ്കിൽ എയിലും ബിയിലും എലമെൻറ്റ് കാണണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബിയിലില്ല, അതുകൊണ്ട് എയിലും ഇല്ല. ശരിയാണ്. 5 ബിയിലില്ല, അതുകൊണ്ട് എവിടെയും ഇല്ല, എയിലും ഇല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അപ്പോൾ എന്തെഴുതാം? ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എപ്പോഴാണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ആൻഡ് ഇഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇതെന്തായിരിക്കും? ട്രൂ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.